കോമ്പൗണ്ട്സ് ആണ്. നമുക്കതിനൊരു ഷോർട്ട് ഫോം കിട്ടാമല്ലോ. ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങളുടെ കമന്റ് ബോക്സിൽ അത് ഇടുകയും ചെയ്യാം. ഇതാണ് നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മളെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഹലോ, ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ അസൻഷ്യ രാജു. വെൽക്കം ടു മൈ ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 5th ചാപ്റ്ററായ സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സോൾജേഴ്സ് എന്ന് പറയുന്നത്? സോൾജേഴ്സ് എന്ന് വെച്ചാൽ പടയാളികൾ. പടയാളികൾ നമ്മൾ ബയോളജിയിൽ പഠിക്കണം. എന്താ നോക്കാം. എന്താണ് ഡിഫൻസ് എന്ന് പറയുന്നത്? എന്താണ് ഡിഫൻസ് എന്ന് പറയുന്നത്? നമ്മളെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത, നമ്മളെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ആരെങ്കിലും കയറി കഴിഞ്ഞാൽ നമ്മളെ ബോഡി തന്നെ എതിർക്കുന്ന മെക്കാനിസത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ ശരീരത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ആൾ കയറിയാൽ നമ്മളെ ബോഡി തന്നെ അത് ഡിഫെൻഡ് ചെയ്യും. അത് നമ്മൾ എന്ത് പറയുന്നു? ഡിഫൻസ് മെക്കാനിസം നമ്മൾ പറയുന്നു. ആ മെക്കാനിസത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് 2 ടേം പഠിക്കാനുണ്ട്. എന്താണ് ആൻറ്റിജൻ, എന്താണ് ആൻറ്റിബോഡി? എന്താണ് ആൻറ്റിജൻ എന്ന് പറഞ്ഞത്? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ആൾക്കാർ കയറുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ആൾക്കാരാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൻറ്റിജൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ആൻറ്റിജൻ എന്ന് പറയുന്നത്? മൈക്രോ ഓർഗാനിസം ആവാം, ജേംസ് ആവാം, ബാക്ടീരിയ ആവാം, എന്ത് തന്നെ ആയിക്കോട്ടെ. എന്തെങ്കിലും ഒരു പത്തജൻ എന്ന് വെച്ചാൽ ആരാണ്? ഹു കോസ് ദ ഡിസീസ്, എന്ത് തന്നെ ആയിക്കോട്ടെ. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൻറ്റിജൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറി. അപ്പോൾ നമ്മളെ ശരീരത്തിന് അകത്ത് സോൾജേഴ്സായിട്ട് ആരുണ്ട്? ആൻറ്റിബോഡീസ് ഉണ്ട്. അപ്പോൾ ഈ ആൻറ്റിബോഡീസ് എന്ത് ചെയ്യും? ആൻറ്റിജൻസിനെ ഓടിച്ചെന്ന് എൻഗൾഫ് ചെയ്ത് കില്ല് ചെയ്ത് കളയും. മനസ്സിലായോ? ഇതാണ് ആൻറ്റിജനും ആൻറ്റിബോഡി എന്ന് പറയുന്നത്. ആൻറ്റിജൻ എന്ന് പറയുന്നത് ഒരു പത്തജനാവാം, നമുക്ക് ശരീരത്തിൽ ആവശ്യമില്ല ആ സാധനത്തിന്. അത് ശരീരത്തിനകത്ത് കയറിയാൽ ആരുണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ? ആൻറ്റിബോഡി ആയ സോൾജേഴ്സ് നമ്മളെ ശരീരത്തിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ആൻറ്റിജനിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലോട്ട് കിടക്കാം. നിങ്ങൾ ടെക്സ്റ്റിൽ ഫസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹാവ് യു ഒബ്സർവ്ഡ് ദ പിക്ചർ ഓഫ് ദ പീപ്പിൾ വിയറിംഗ് ദ പ്രൊട്ടക്റ്റീവ് മാസ്ക് ഇൻ ദ പ്ലേസസ് വെയർ ദ പാൻഡമിക് സ്പ്രെഡ് ഔട്ട്? വാട്ട് ആർ ദ യൂസസ് ഓഫ് വിയറിംഗ് ദ മാസ്ക് ഇൻ സച്ച് എ സിറ്റുവേഷൻ? പറയുന്നുണ്ട്, നിങ്ങൾ ഈ പിക്ചർ ശ്രദ്ധിച്ചോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? പിക്ചർ ശ്രദ്ധിച്ചോ? എല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഒരു എപ്പിഡമിക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്, ഒരു പ്ലേസാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലെല്ലാവരും മാസ്ക് ധരിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ യൂസസ് ഓഫ് വിയറിംഗ് ദ മാസ്ക് ഇൻ സച്ച് സിറ്റുവേഷൻസ്? എന്തിനാണ് നമ്മൾ മാസ്ക് അങ്ങനത്തെ സിറ്റുവേഷനിൽ ധരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു പോയിന്റ് അവർ പറഞ്ഞിട്ടുണ്ട്. പ്രിവെൻറ്റിങ് ദ എൻട്രി ഓഫ് ജെംസ്. ജെംസിൻ്റെ എൻട്രീനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്നു? മാസ്ക് നമ്മൾ ഉപയോഗിക്കുന്നു. ജെംസ് ഒന്നും നമ്മളെ മൂക്കിൻ്റെ അകത്തൂടെയും വഴിക്കകത്തൂടെയും കയറാതിരിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? മാസ്ക് നമ്മൾ ഉപയോഗിക്കുന്നു. ഇത് യൂസസ് നമ്മൾ എന്ത് പറയാം? ഡസ്റ്റ് പാർട്ടിക്കിൾസ് നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ. പ്രിവെൻറ്റ് ദ എൻട്രി ഫ്രം ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ്. പൊടി പടലങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? മാസ്ക് ഉപയോഗിക്കാം. മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഈ ഒരു എപ്പിഡമിക് സിറ്റുവേഷനിൽ എന്തിനായിരിക്കും ആൾക്കാർ മെയിനായിട്ട് മാസ്ക് ഉപയോഗിക്കുന്നത്? മെയിൻ പോയിന്റ് എന്തായിരിക്കും? പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസ്. മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം. അസുഖം തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാതിരിക്കാനും, നമ്മളിൽ നിന്നുള്ളൊരു അസുഖം വേറൊരു വ്യക്തിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മാസ്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ്? പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസ്. ഇപ്പം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊറോണയാണ്. നമ്മൾ എവിടെ പോയാലും മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ് നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത്? നമുക്ക് കോവിഡ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ കാരണം വേറൊരു വ്യക്തിക്ക് രോഗം പകരാതിരിക്കാനും വേറൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് നമുക്ക് അസുഖം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മാസ്ക് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. നിങ്ങൾ ടെക്സ്റ്റിൽ വളരെ മനോഹരമായിട്ട് ഡിഫൻസിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളിത് പഠിച്ചോളൂ കേട്ടോ. ഡിഫൻസ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ബോഡി ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ദ പാത്തജൻസ് ആൻഡ് ടു ഡിസ്ട്രോയ് ദോസ് ദറ്റ് ഹാവ് ഓൾറെഡി എൻറ്റേർഡ് ദ ബോഡി. നിങ്ങൾ ടെക്സ്റ്റ് തുറന്നു വയ്ക്കുക. സ്ക്രീനിൽ ക്ലിയർ ആയിട്ട് കാണണമെന്നില്ല കേട്ടോ. അപ്പോൾ ടെക്സ്റ്റ് എല്ലാവരും തുറന്നു വയ്ക്കാം. ഡിഫൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഈസ് ദ എബിലിറ്റി ഓഫ് ദ ബോഡി. ഇത് ബോഡിയുടെ ഒരു കഴിവാണ്. എന്തിൻ്റെ കഴിവാണ് ബോഡിക്കുള്ളത്? ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ദ പാത്തജൻസ്. പാത്തജൻസിൻ്റെ എൻട്രീനെ പ്രിവെൻറ്റ് ചെയ്യാൻ, പാത്തജൻസ് നമ്മളെ ശരീരത്തിനകത്ത് കയറാതിരിക്കാൻ. എന്താണ് പാത്തജൻസ് എന്ന് പറയുന്നത്? ഹൂ കോസ് ദ ഡിസീസ്. ജെംസ് ആവാം, ബാക്ടീരിയ ആവാം, എന്ത് തന്നെ ആയിക്കോട്ടെ. ജെംസ് ആവാം, ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, എന്തെങ്കിലും ആവാം. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? പാത്തജൻസ് എന്ന് പറയുന്നത്.
പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ദ പാത്തജൻസ്. ആ പാത്തജൻസിൻ്റെ എൻട്രിയിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മളെ ബോഡി. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? aims to destroy those that have already entered the body. നമ്മളെ ശരീരത്തിൻ്റെ അത് അറിയാതെ കയറിപ്പോയ പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യുന്നു? ഈ ഡിഫൻസ് മെക്കാനിസം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഡിഫൻസ് എന്ന് വെച്ചാൽ, ഡിഫൻസ് ഇസ് എബിലിറ്റി ഓഫ് ദ ബോഡി. എന്തിൻ്റെ ഇതാണ്? നമ്മളെ ബോഡിക്ക് ഉള്ള പ്രത്യേക ഒരു കഴിവാണ്. എന്തിൻ്റെ കഴിവാണ്? ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ദ പാത്തജൻസ്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? പാത്തജൻസിൻ്റെ എൻട്രീനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? അറിയാതെ ഏതെങ്കിലും പാത്തജൻസ് കയറിപ്പോയാൽ അവരെ കൊല്ലാനും ആര് ഹെൽപ്പ് ചെയ്യുന്നു? നമ്മൾ ഈ ഡിഫൻസ് മെക്കാനിസം ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം തന്നെ പഠിച്ചു പോക്കിയോളാം കേട്ടോ. അപ്പം ഈ വീഡിയോ കഴിയുമ്പോൾ ഞാൻ എവിടെ വരെ പഠിപ്പിച്ച് നിർത്തുന്നു അവിടെ വരെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, എളുപ്പമല്ലേ? അർത്ഥം മനസ്സിലാക്കി പഠിക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അവർ ബോഡി. അടുത്തൊരു സെൻറ്റൻസോടെ പറയുന്നുണ്ട്, അവർ ബോഡി ഈസ് വെൽ എക്യുപ്പൈഡ് വിത്ത് വെറൈറ്റി ഓഫ് ഡിഫൻസ് മെക്കാനിസം. നമ്മളെ ബോഡിയിൽ വെൽ എക്യുപ്പൈഡ് ആണ്. ഒരുപാട് തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം നമ്മളെ ബോഡിക്കകത്തുണ്ട്. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഈ മൂക്ക് തന്നെ നമുക്കൊന്ന് എടുത്തു നോക്കാം. നമ്മളെ മൂക്കിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഉണ്ട്. ഉള്ളിലെന്താണ്? ഉള്ളിൻ്റെ അകത്ത് നമ്മൾ കൈയിട്ട് നോക്കുമ്പോൾ ചെറിയ മ്യൂക്കസ്, ചെറിയൊരു വിഴുവിടുപ്പ് പോലെ നമുക്ക് തോന്നും. അതൊക്കെ എന്താണ്? നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മൾ ഡിഫൻസ് മെക്കാനിസത്തിന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കുറേ സാധനങ്ങളാണ്. മൂക്കിലെ മുടി, നമുക്ക് എന്താണ് ഉള്ളിലത്തെ ചെറിയ വിഴുവിടുപ്പുള്ള ഒരു മ്യൂക്കസ്, ഇതൊക്കെ എന്താണ്? ഡസ്റ്റിൽ നിന്നും കുഞ്ഞു കുഞ്ഞു ജംസിൽ നിന്ന് മൈക്രോ ഓർഗാനിസംസ് നിന്ന് ഉള്ളിലോട്ട് ലങ്സിലോട്ടൊന്ന് കയറി പോവാതിരിക്കാൻ എവിടെ വെച്ച് തന്നെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്താം. എവിടെ വെച്ച് തന്നെ ആ മ്യൂക്കസിൻ്റെ അകത്ത് എന്തുകൊണ്ട് ഡിഫൻസ് ഉണ്ട്. ആ മ്യൂക്കസിൻ്റെ അകത്ത് തന്നെ കുറച്ച് ആൻറ്റിബോഡീസ് ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യുന്നു? അവിടെ വെച്ച് തന്നെ ആ ജംസിനെയൊക്കെ കില്ല് ചെയ്ത് കാതെടുത്ത് നോക്കിയാലോ, കാതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഉണ്ട്, വാക്സ് ഉണ്ട്. അതെന്തിനാണ്? നമ്മൾ ഇന്നർ ഇയറിൻ്റെ അകത്തോട്ട് ജംസ് ഒന്നും എൻറ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കാതിൻ്റെ അകത്ത് ദൈവം എന്താണ് കുഞ്ഞു കുഞ്ഞു ഹെയർസും വാക്സും ഒക്കെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ ഒരുപാടുണ്ട്. വെൽ എക്യുപ്ഡ് ദ വെറൈറ്റി ഓഫ് ഡിഫൻസ് മെക്കാനിസം. നമുക്കിനി അത് പഠിക്കാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾ പറയുന്നത് ഡിഫൻസ് മെക്കാനിസമിൻ്റെ ബോഡിയാണ് പറയുന്നത്. നോക്കാം. ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ്. ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളെ ബോഡി കവർ ചെയ്തിരിക്കുന്നത് സ്കിന്ന് അല്ലേ. സ്കിന്നുണ്ട്, മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്, മ്യൂക്കസ് ഉണ്ട്, സലൈവ, ടിയേഴ്സ് എക്സെട്ര. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? ബോഡി കവറിങ്സും സെക്രീഷൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ബോഡി കവറിങ് നോക്കാം. ബോഡി കവറിങ് എന്തൊക്കെയുണ്ട്? സ്കിന്നുണ്ട്, മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, സ്കിന്നെന്ന് പറയുന്നത് എന്താണ്? മെയിൻ നമ്മുടെ ബോഡി ഫുള്ളും കവർ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്കിന്ന് കൊണ്ടിട്ടാണ്. നമുക്ക് താഴെ സ്കിന്നിനെ കുറിച്ച് പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സ്കിന്ന് പറയുന്നുണ്ട്. മ്യൂക്കസ് മെംബ്രെയിനോ, നമ്മൾ ഈ കണ്ണെടുത്ത് നോക്കിയാൽ കണ്ണ് സ്കിന്ന് കൊണ്ടാണോ കവർ ചെയ്തിരിക്കുന്നത്? അല്ല, ഒരു വിഴുവിഴുപ്പില്ലേ, ഒരു ലൂബ്രിക്കൻ്റ് ഇല്ലേ, അതിനൊരു ചെറിയൊരു വിഴുവിഴുപ്പ് പോലെ തോന്നില്ലേ, അതാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. വേറെ എവിടെയൊക്കെ മ്യൂക്കസ് മെംബ്രെയിൻ കാണാം? കണ്ണിൽ കാണാം, ട്രക്ക് ഈ ഭാഗത്തുണ്ട് നമുക്ക് മ്യൂക്കസ് മെംബ്രെയിൻ. നമ്മളെ ആമാശയത്തിലുണ്ട്. അവിടെയൊക്കെ എന്ത് കവർ ചെയ്തിരിക്കുകയാണ്? സ്കിന്നുകൊണ്ടാണ് അവിടെ കവർ ചെയ്തിരിക്കുന്നത്? അല്ല, അതൊക്കെ എന്തുകൊണ്ട് കവർ ചെയ്തിരിക്കുവാണ്? അതൊക്കെ മ്യൂക്കസ് മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിരിക്കുവാണ്. ഓക്കെ, അതാണ് എന്താണ് ബോഡി കവറിങ്സ് എന്ന് പറയുന്നത്. ഈ സെക്രീഷൻസ് പറയുന്നുണ്ട്. എന്തൊക്കെ സെക്രീഷൻസ് ആണ്? സലൈവ. സലൈവ ഫസ്റ്റ് ലൈൻ ഡിഫൻസ് മെക്കാനിസമായിട്ട് ആക്ട് ചെയ്യുന്നതാണ് സലൈവ എന്ന് പറയുന്നത്. എന്താണ് സലൈവ എന്ന് പറയുന്നത്? ഒരു ഫസ്റ്റ് ലൈൻ ഡിഫൻസ് മെക്കാനിസമായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? സലൈവ. എന്തുകൊണ്ടാണ് സലൈവ ഫസ്റ്റ് ലൈൻ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്? സലൈവയ്ക്കകത്ത് ആരുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ സലൈവറി ആൻറ്റിബോഡീസ് ഉണ്ട്. അപ്പം നമുക്ക് പുറത്തുനിന്ന് കുറേ ആവശ്യമില്ലാത്ത ആൻറ്റിജൻസ് കയറി പോയാലും ഈ വായ്ക്കകത്തുള്ള സലൈവറി ആൻറ്റിബോഡീസ് ആരെ കൊല്ലും? പുറത്തുനിന്ന് കയറി ആൻറ്റിജൻസിന് അവിടെ വെച്ച് തന്നെ നശിപ്പിച്ച് കളയും. അവിടെ ഒരു ബോഡി സെക്രീഷൻസ് ഡിഫൻസ് മെക്കാനിസമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് എന്ത് പറയുന്നുണ്ട്? മ്യൂക്കസ് മെംബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ വിഴുവിഴുപ്പുള്ള സാധനം മ്യൂക്കസ്. നമ്മളെ കണ്ണുനീരിലുള്ള ടിയേഴ്സിന് എന്തുണ്ട്? ലൈസോസോംസ് എന്ന സാധനമുണ്ട്. അതെന്താണ്? അതും ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ട് ആക്ട് ചെയ്യുന്നു. യൂറിൻ എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ പുറത്തോട്ട് പോകുന്നു അല്ലേ, അത് കെട്ടി നിന്ന് എന്താണ് കുറേ അസുഖങ്ങൾ നമുക്ക് സംഭവിക്കത്തില്ലേ. സ്വെറ്റ് ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സ്വെറ്റിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡീസ് എന്താണ് നമ്മൾ പറയുന്നത്? ഡെർമാസിഡിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡി സ്വെറ്റിൻ്റെ അകത്തുണ്ട്. അതും ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ട് ആക്ട് ചെയ്യുന്നു. സ്വെറ്റും എന്താണ് കുറേ ജംസിനെയൊക്കെ കൊന്നു കളയാൻ വേണ്ടി സഹായിക്കുന്നു, ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ വേണ്ടി, നശിപ്പിച്ച് കളയാൻ വേണ്ടി സഹായിക്കുന്നു. അങ്ങനെ നമ്മളെ ബോഡി തന്നെ അതാണ് പറയുന്നത് വെറൈറ്റി ഓഫ് ലോട്ട്സ് ഓഫ് ഡിഫൻസ് മെക്കാനിസം നമുക്ക് ദൈവം
നാച്ചുറലായിട്ട് തന്നെ ഒരുപാട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ് എന്ന് പറയുന്നത്. ഇനി ബോഡി ഫ്ലൂയിഡ്സ് പറയുന്നുണ്ട്. ബ്ലഡ് ഉണ്ട്, ലിംഫ് ഉണ്ട്. എന്താണ് നമ്മൾ ലിംഫ് എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു ലിംഫിനെ പറ്റിയിട്ട്. എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. ലിംഫ് എന്ന് പറയുന്നത് ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ്, ഒരു ലിക്വിഡാണ്. എന്തെന്ന് പറയുന്നത്? ലിംഫ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് എന്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്? WBC അതിനകത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ലിംഫ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ കളർലെസ് ഫ്ലൂയിഡ്. ഇറ്റ് കണ്ടെയ്ൻ എന്താണ്? WBC, വൈറ്റ് ബ്ലഡ് സെൽസ് അതിനകത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ബോഡി കവറിങ്സിനെ നമുക്ക് നോക്കാം. ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ് നോക്കിയാലോ? ക്ലിയർ അല്ലേ? അപ്പോൾ സ്കിന്ന് പറയുന്നുണ്ട്. സ്കിൻ ഈസ് എ പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ദ ബോഡി. സ്കിൻ എന്ന് വെച്ചാൽ എന്തെന്നാണ്? മെയിൻ നമ്മളെ ബോഡിക്കകത്ത് ഫുള്ളും കവർ ചെയ്തിരിക്കുന്നത് എന്താണ്? മോസ്റ്റ് ഓഫ് ദ എന്താണ്? സ്കിന്ന് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. പ്രൊട്ടക്റ്റീവ് കവറിങ് നമ്മുടെ ബോഡീനെ എല്ലാ വിധത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് നമുക്ക് സ്കിന്ന് തന്നിട്ടുള്ളത്. ഇറ്റ്സ് എ സേഫ്റ്റി ഷീൽഡ് ദാറ്റ് പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് ജെംസ്. ഇതൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട് ഇത് ആക്ട് ചെയ്യുന്നു? ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ദ ജെംസ്. ജെംസിൻ്റെ എൻട്രിയിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നു? നമ്മളെ സ്കിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിക്ചർ നോക്കാം. ഒരു പിക്ചർ നിങ്ങൾക്ക് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് സ്കിന്നിൻ്റെ. അപ്പോൾ സ്കിന്നിന് 3 ലെയേഴ്സ് പറയുന്നുണ്ട്. സ്കിന്നിൻ്റെ ഫസ്റ്റ് ലെയർ പറയുന്നത് എപ്പിഡെർമിസ്, സെക്കൻഡ് വൺ സെബേഷ്യസ് ഗ്ലാൻഡ്, തേർഡ് വൺ ഈസ് സ്വെറ്റ് ഗ്ലാൻഡ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ എപ്പിഡെർമിസ് നോക്കാം. എന്താണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്? എ പ്രോട്ടീൻ കോൾഡ് കെരാറ്റിൻ പ്രസൻറ്റ് ഹിയർ പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ജെംസ്. നിങ്ങൾ ഈ സോൾജേഴ്സ് ഓഫ് ദ ഡിഫൻസിൽ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് എന്താണ്? പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ദ ജെംസ്. ഈ പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. മിക്ക സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എപ്പിഡെർമിസ് എന്ന് വെച്ചാൽ എന്താണ്? എപ്പിഡെർമിസിൽ എ പ്രോട്ടീൻ കോൾഡ് കെരാറ്റിൻ. എപ്പിഡെർമിസിൽ എന്തുണ്ട്? ഒരു പ്രോട്ടീൻ ഉണ്ട്. അത് നമ്മൾ എന്തെന്ന് പറയുന്നു? അതിനെ കെരാറ്റിൻ എന്ന് നമ്മൾ പറയുന്നു. പ്രസൻറ്റ് ഹിയർ ദ പ്രിവെൻറ്റ് എൻട്രി ഓഫ് ദ ജെംസ്. ഈ കെരാറ്റിൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഈ ജെംസിൻ്റെ എൻട്രീനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അതാണ് എപ്പിഡെർമിസ്. അടുത്ത് പറഞ്ഞ സെബേഷ്യസ് ഗ്ലാൻഡ്. സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തെന്നാണ്? സെബമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെബേഷ്യസ് ഗ്ലാൻഡ് പേരിൽ തന്നെ ഉണ്ട്, സെബേഷ്യസ്, സെബം. സെബേഷ്യസ് ഗ്ലാൻഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബൈ ദ ഗ്ലാൻഡ് മേക്സ് ദ സ്കിൻ ഓയിലി ആൻഡ് വാട്ടർ പ്രൂഫ്. സെബേഷ്യസ് ഗ്ലാൻഡ് സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളെ സ്കിന്ന് ഒരു വാട്ടർ പ്രൂഫായിട്ട് അല്ലെങ്കിൽ ഒരു ഓയിലി ആയിട്ടൊക്കെ നമ്മളെ സ്കിന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി കാരണം. ഓക്കെ, എന്താണ്? സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? സെബമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബൈ ദ ഗ്ലാൻഡ് മേക്സ് ദ സ്കിൻ ഓയിലി ആൻഡ് വാട്ടർ പ്രൂഫ്. ഈ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളെ സ്കിൻ എന്തായി മാറുന്നത്? ഓയിലി ആയിട്ടും ഒരു ഈർപ്പം നനവുള്ളതാക്കി മാറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ്? സ്വെറ്റ് ഗ്ലാൻഡ് ആണ്. ദ ഡിസ്ഇൻഫെക്റ്റന്റ് പ്രസന്റ് ഇൻ ദ സ്വെറ്റ് produced by this gland destroy the germs. ഈ സ്വെറ്റ് ഗ്ലാൻഡിൽ എന്താണ്? ഒരു ഡിസ്ഇൻഫെക്റ്റൻ്റ്. എന്താണ്? ഈ സ്വെറ്റിൽ എന്ത് പ്രസൻ്റ് ആണ്? ഡിസ്ഇൻഫെക്റ്റൻസ് പ്രസൻ്റ് ആണ്. കൃമികളെ കൊന്നുകളയേണ്ട ഒരു ശക്തി ആർക്കുണ്ട്? സ്വെറ്റിനുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. സ്വെറ്റിൻ്റെ അകത്തുള്ള ആൻറ്റിബോഡീസ് എന്താ നമ്മൾ പറയുന്നത്? ഡെർമാസിഡിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡിയാണ് സ്വെറ്റിൻ്റെ അകത്ത് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതെന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ദ ജേംസ്. ജേംസിൻ്റെ എൻട്രീനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ആര് ഹെൽപ്പ് ചെയ്യുന്നു? ഗ്ലാൻഡിലുള്ള ആൻറ്റിബോഡീസായ ഡെർമാസിഡിൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് ആ പേര് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് സ്കിന്നിനെ കുറിച്ച് പറയുന്നത്. എളുപ്പമല്ലേ? പഠിച്ചല്ലോ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാം. നമ്മൾ സ്കിന്നിൽ ഞാൻ 2 എണ്ണം പറഞ്ഞില്ലേ? സ്കിന്നിൽ ബോഡി കവറിങ്സിൽ ഞാൻ നേരത്തെ 2 എണ്ണം പറഞ്ഞു തന്നു. സ്കിന്ന് പറഞ്ഞു തന്നു, മ്യൂക്കസ് മെംബ്രെയിൻ പറഞ്ഞു തന്നു. അടുത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ബോഡി സെക്രീഷൻസ്. ഒരു മിനിറ്റ് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റിൽ ഡിഫൻസ് മെക്കാനിസം ബോഡിയിൽ ബോഡി കവറിങ്സും പറയുന്നുണ്ട്, സെക്രീഷൻസും പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബോഡി കവറിങ്സ് ആയ സ്കിന്ന് പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. ക്ലിയർ ആയോ? പഠിക്കാം മ്യൂക്കസ് മെംബ്രെയിൻ. എളുപ്പമായിട്ടോ മ്യൂക്കസ് മെംബ്രെയിൻ. സൈഡിലൊരു പിക്ചർ നിങ്ങൾക്ക് മ്യൂക്കസ് മെംബ്രെയിൻ ആയിട്ട് തന്നിട്ടുണ്ട്. ഇതാണ് മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. മ്യൂക്കസ് മെംബ്രെയിൻ ഇസ് അനദർ പ്രൊട്ടക്റ്റ് കവറിങ് ഓഫ് ദ ബോഡി പാർട്സ്. നമ്മളെ ബോഡി പാർട്സിനെ വേറൊരു പ്രൊട്ടക്റ്റ് കവറിങ് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബോഡിക്ക് വേറൊരു പ്രൊട്ടക്റ്റ് കവറിങ് കൂടെ പറയുന്നുണ്ട്. ആരാണത്? മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. നോക്കാം. ഈ മ്യൂക്കസ് മെംബ്രെയിൻ ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മളെ കണ്ണിലുണ്ട്, നമ്മളെ സ്റ്റൊമക്കിലുണ്ട്. പിന്നെ എവിടെയൊക്കെ ഉണ്ട് മ്യൂക്കസ് മെംബ്രെയിൻ? പറഞ്ഞോ. പിന്നെ എവിടെയൊക്കെ ഉണ്ട്? നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുണ്ട്, ട്രക്യ ഈ ഭാഗത്തുണ്ട്. കുറേ ഭാഗത്ത് നമുക്ക് മ്യൂക്കസ് മെംബ്രെയിനെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ മ്യൂക്കസ് മെംബ്രെയിൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് മ്യൂക്കസ് മെംബ്രെയിൻ. ഓക്കെ,
മ്യൂക്കസ് മെമ്പറൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അനദർ പ്രൊട്ടക്റ്റ് കവറിങ് ഓഫ് അവർ ബോഡി പാർട്സ്. നമ്മളെ ബോഡി പാർട്സിന് അനദർ ഒരു പ്രൊട്ടക്റ്റ് കവറിങ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത് നമ്മൾ മ്യൂക്കസ് മെമ്പറൈൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ മ്യൂക്കസ് മെമ്പറൈൻ എന്താണ് ചെയ്യുന്നത്? മ്യൂക്കസ് മെമ്പറൈൻ എപ്പോഴും ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. എപ്പോഴും ഒരു വിഴുവിഴുപ്പുള്ള ഇതാക്കി നമ്മളെ ബോഡി പാർട്സിനെ നിർത്താൻ വേണ്ടി സാധിക്കും. പിന്നെ എന്താണ്, നമ്മളെ ജംസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ മ്യൂക്കസ് മെമ്പറൈൻ ഹെൽപ്പ് ചെയ്യും. ഈ മ്യൂക്കസ് മെമ്പറൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മ്യൂക്കസ് ആണ് മ്യൂക്കസ് മെമ്പറൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ മ്യൂക്കസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ബാക്ടീരിയനെയൊക്കെ എൻഗൾഫ് ചെയ്തിട്ട് സിലിയ സെൽസ് വഴിയിട്ടാണ് ഇതെന്തോന്ന് ചെയ്യുന്നത്, പുറത്തോട്ട് എക്സ്പെൽ ഔട്ട് ചെയ്ത് കളയുന്നത്, പുറത്തോട്ട് തള്ളിക്കളയുന്നത്. സിലിയ സെൽസ് ആണ് ഈ എൻഗൾഫ് ചെയ്യുന്ന ബാക്ടീരിയനെ, സിലിയ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്, പുറത്തോട്ട് എക്സ്പെൽ ഔട്ട് ചെയ്ത് കളയുന്നത്. ക്ലിയറായി? നമുക്ക് വായിച്ചു നോക്കാം. പത്തോജൻസ് ട്രാപ്ഡ് ഇൻ ദ മ്യൂക്കസ്. വല്ല പത്തോജൻസ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഹു കോസ് ദ ഡിസീസ്? ആരാണ്? പത്തോജൻസ്. ബാക്ടീരിയ ആവാം, മൈക്രോ ഓർഗാനിസം, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ഈ മ്യൂക്കസിൽ ട്രാപ്പ് ചെയ്താൽ എന്തായാലും ഗെറ്റ് ഡിസ്ട്രോയിഡ്. അത് എന്ത് ചെയ്യും? അത് അവിടെ വെച്ച് തന്നെ അത് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞാൽ. ആദ്യമേ പറഞ്ഞു മ്യൂക്കസ് മെമ്പറൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മ്യൂക്കസ് എന്ന് പറയുന്നത്. പത്തോജൻസ് ട്രാപ്ഡ് ഇൻ ദ മ്യൂക്കസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് മെമ്പറൈൻ. ദിസ് മെമ്പറൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മ്യൂക്കസ് എന്ന് പറയുന്നത്. ആ ഇതിൽ പത്തോജൻസ് ട്രാപ്പ് ചെയ്ത് കളഞ്ഞാൽ, അകപ്പെട്ട് പോയാൽ അതെന്ത് ചെയ്യും? അപ്പം തന്നെ അത് ഡിസ്ട്രോയ് ചെയ്ത് കളയും. ഈ ഡിസ്ട്രോയ് ചെയ്യുന്ന ജെംസിനെ എക്സ്പെലേറ്റ് ചെയ്ത് കളയുന്നതാണ് നെക്സ്റ്റ് പറയുന്നത്. ദ ഡിസ്ട്രോയിഡ് ജെംസ് ആർ എക്സ്പെൽ ഔട്ട് ബൈ ദ സിലിയ സെൽസ് ഓഫ് ദ മ്യൂക്കസ് മെമ്പറൈൻ. മ്യൂക്കസ് മെമ്പറിൻ്റെ അകത്ത് വേറൊരു സെൽസ് കൂടെ അവിടെ പരിചയപ്പെടുത്തണം. ആരുണ്ട് അപ്പോൾ? സിലിയ സെൽസ് ഉണ്ട്. ഈ പത്തോജൻസ് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്ത ഈ ജെംസിനെ എക്സ്പെൽ ഔട്ട് ചെയ്ത് കളയുന്നു? നമ്മുടെ മ്യൂക്കസ് മെമ്പറൈനിലുള്ള സിലിയ സെൽസ് ആണ് എക്സ്പെൽ ഔട്ട്, പുറം തള്ളി കളയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ മ്യൂക്കസ് മെമ്പറൈൻ ഒന്നുകൂടെ പെട്ടെന്ന് പറഞ്ഞുതരാം. മ്യൂക്കസ് മെമ്പറൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ മ്യൂക്കസ് എന്ന് പറയുന്നത്. എന്താണ്, വല്ല പത്തോജൻസ് വല്ലതും ട്രാപ്പായി കഴിഞ്ഞാൽ ഈ മ്യൂക്കസ് എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ചെയ്ത് കളയും. ഡിസ്ട്രോയ് ചെയ്യുന്ന ജെംസിനെ എങ്ങനെ പുറന്തള്ളും? സിലിയ സെൽസ് ആണ് അതിനെ പുറത്തോട്ട് എക്സ്പെൽ ഔട്ട് ചെയ്ത് കളയുന്നത്. സിലിയ സെൽസ് എവിടെ കാണാൻ പറ്റും? മ്യൂക്കസ് മെമ്പറൈൻ്റെ അകത്ത് കാണാൻ പറ്റുന്ന സാധനമാണ് സിലിയ സെൽസ്. ക്ലിയർ? ഓക്കെ, അപ്പം ഇതും പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നമ്മൾ പറഞ്ഞില്ലേ സെക്രീഷൻസ് പറഞ്ഞില്ലേ? ഫസ്റ്റ് ഇതിൽ സെക്രീഷൻസ് പറഞ്ഞില്ലേ? അതാണ് നമ്മൾ താഴോട്ട് നോക്കാൻ പോകുന്നത്. സെക്രീഷൻസ് നോക്കാം. സ്കിൻ ആൻഡ് ഡിഫൻസ് നമ്മൾ പറഞ്ഞു. അടുത്ത് മ്യൂക്കസ് മെമ്പറൈൻ ആൻഡ് ഡിഫൻസ് നമ്മൾ പഠിച്ചു. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ബോഡി സെക്രീഷൻസ് ലൈക്ക് സ്വെറ്റ്, മ്യൂക്കസ് എക്സെട്ര ഡിസ്ട്രോയ് ദ ജെംസ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ബോഡി സെക്രീഷൻസ് ആയ സ്വെറ്റ്, മ്യൂക്കസ് തുടങ്ങിയവ എല്ലാം എന്ത് ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു? ജെംസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന് ചോദിക്കുന്നു. വിച്ച് ആർ ദ അതർ സെക്രീഷൻസ് ദാറ്റ് ഹെൽപ്പ് ടു ഡിഫെൻഡ് ദ പത്തോജൻസ്? വേറെ ഏതൊക്കെ സെക്രീഷൻസ് ആണുള്ളത് പത്തോജൻസിനെ ഡിഫെൻഡ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്? നമുക്ക് നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, കാതിൻ്റെ അകത്ത് എന്താണ്, കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഉണ്ട്, വാക്സ് ഉണ്ട്. അതെന്ത് ചെയ്യുന്നു? നമ്മൾ ജംസിനെ പ്രിവെൻറ്റ് ചെയ്യാനും കാതിൻ്റെ അകത്തോളം ഇന്നർ ഇയറിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തെന്താണ്? ടിയേഴ്സ്. കണ്ണുനീരിൻ്റെ അകത്ത് എന്തുണ്ട്? ലൈസോസോംസ് ഉണ്ട്. അതെന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? നമ്മളെ ജംസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ എൻട്രി ഓഫ് ജംസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നു? കണ്ണുനീരിലുള്ള ലൈസോസോംസ് ഹെൽപ്പ് ചെയ്യുന്നു. നോസ് ഇൻ ദ മ്യൂക്കസ്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മളെ മൂക്കിൻ്റെ അകത്തോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് മ്യൂക്കസ് ഉണ്ട്, വിഴുവിടുപ്പുണ്ട്. അതെന്താണ്? അതും നമുക്ക് ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ടാണ് അതും ആക്ട് ചെയ്യുന്നത്. സലൈവ ഇൻ ദ ലൈസോസോംസ്. സലൈവയ്ക്കകത്ത് സലൈവർ ആൻറ്റിബോഡീസ് ഉണ്ട്, ലൈസോസോംസ് ഉണ്ട്. അതെന്ത് ഹെൽപ്പ് ചെയ്യുന്നു? അതൊരു ഫസ്റ്റ് ലൈൻ ഡിഫൻസ് മെക്കാനിസമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? സലൈവ ആക്ട് ചെയ്യുന്നത്. നമ്മൾ ട്രക്യ ആദ്യമേ പറഞ്ഞു തന്നു. ട്രക്യ എന്ന് വെച്ചാൽ ഈ ഭാഗത്താണ് നമ്മൾ ട്രക്യ എന്ന് പറയുന്നത്. ഈ ഭാഗത്തിന് ട്രക്യകത്തും ആരുണ്ട്? മ്യൂക്കസ് ഉണ്ട്, വിഴുവിഴുപ്പുള്ള ഒരു സംഭവമായിരിക്കും. അതും എന്ത് ചെയ്യാനായിട്ട് ആക്ട് ചെയ്യുന്നു? അഥവാ മൂക്കിനകത്തോ വയക്കത്തോടെ കയറ് പറ്റിക്കഴിഞ്ഞാൽ ട്രക്യകത്തും ആരുണ്ട്? ഡിഫൻസ് മെക്കാനിസത്തിന് ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ജംസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ കയറി പോയി അവിടെ വെച്ച് അത് ഡിസ്ട്രോയ് ചെയ്ത് കളയും. അടുത്തെന്താണ്? സ്റ്റൊമക്കിൻ്റെ അകത്ത് HCl ഉണ്ട്. HCl എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? നമ്മൾ ഡിഫൻസ് മെക്കാനിസമായിട്ട് ആക്ട് ചെയ്യുന്നു. എന്താണ് HCl ഇൻ ദ സ്റ്റൊമക്ക്? HCl എന്ന് വെച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അത് നമ്മുടെ വയറിൻ്റെ അകത്തുണ്ട്. അതൊരു ഡിഫൻസ് മെക്കാനിസമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വയറിൻ്റെ അകത്ത് എന്തെങ്കിലും പോയി കഴിഞ്ഞാലും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ട് ആക്ട് ചെയ്യുന്നു. അടുത്ത നമ്മൾ ഇൻറ്റസ്റ്റൈൻ്റെ അകത്തൊരു മ്യൂക്കസ്. ഇൻറ്റസ്റ്റൈൻ്റെ ചുറ്റും ഒരു വിഴുവിഴുപ്പുള്ള ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അതും ഒരു
ഡിഫൻസ് മെക്കാനിസമായിട്ട് ആക്ട് ചെയ്യുന്നു. യൂറിനിൻ്റെ ലൈസോസോം, നമ്മൾ യൂറിനിലും ലൈസോസോംസ് ഉണ്ട്. അതെന്ത് ചെയ്യുന്നു, ആവശ്യമില്ലാത്ത ജെംസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനും പിന്നെ നമ്മൾ യൂറിനാവും വഴി എക്സ്പെൽ ചെയ്തും കുറേയൊക്കെ പോകുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബോഡി സെക്രീഷൻസ് എന്ന് പറയും. ഡിഫൻസ് മെക്കാനിസത്തിലുള്ള ബോഡി സെക്രീഷൻസ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ്, ഇയർ വാക്സ് പഠിച്ചു, ലൈസോസോം പറഞ്ഞു, നോസിൽ മ്യൂക്കോസ് ഉണ്ടെന്ന് പറഞ്ഞു, സലൈവയ്ക്കകത്ത് ലൈസോസോംസ് ഉണ്ടെന്ന് പറഞ്ഞു, ട്രക്കിക്കകത്ത് മ്യൂക്കോസ് ഉണ്ട്, ചുമക്കിൻ്റെ അകത്ത് ആരുണ്ട്, HCl ഉണ്ട്, പിന്നെ നമ്മൾ ഇൻഡസ്ട്രീൻ്റെ അകത്ത് മ്യൂക്കോസ് ഉണ്ട്, പിന്നെ നമ്മൾ യൂറിനിൽ ആരുണ്ട്, ലൈസോസോംസ് ഉണ്ട്. ഒരു എളുപ്പമായിട്ട് പറയാം, ലൈസോസോംസ് എവിടെയൊക്കെ ഉണ്ട്, ടിയേഴ്സിലുണ്ട്. നിങ്ങളൊരു ബോക്സിൽ നിങ്ങൾ വരച്ച് വയ്ക്കുക സൈഡിൽ. ലൈസോസോംസ് എവിടെയൊക്കെയാണ് കാണാൻ പറ്റുന്നത്, ടിയേഴ്സിലുണ്ട്, സലൈവയിലുണ്ട്, യൂറിനിലുണ്ട്. ഇത് മൂന്നിൽ എന്തുണ്ട്, ലൈസോസോംസ് ഉണ്ട്. ബാക്കി എല്ലാത്തിലും എന്താണ്, മ്യൂക്കസ്. പക്ഷേ സ്റ്റൊമക്കിൽ മാത്രം എന്താണ്, ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഉള്ളത്. പിന്നെ നമ്മൾ ഇയറിൽ എല്ലാവർക്കും അറിയാം, ഇയർ വാക്സ്. ഇത്രയാണ് നമ്മളെ ബോഡി സെക്രീഷൻസ്. അതിന് ഡിഫൻസ് മെക്കാനിസം നമ്മൾ നോക്കി. ബോഡി സെക്രീഷൻസും അതിന് ഡിഫൻസ് മെക്കാനിസം നമ്മൾ നോക്കി. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബോഡി ഫ്ലൂയിഡ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ആ പിക്ചറിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. നെക്സ്റ്റ് ബോഡി ഫ്ലൂയിഡ്സ് ആണ്. അപ്പം നമുക്ക് ബോഡി ഫ്ലൂയിഡ്സും ബ്ലഡ് നമുക്ക് നോക്കാം. Body fluids like blood and lymph play a important role in the defense mechanism. ബോഡി ഫ്ലൂയിഡ്സ് ആയ ബ്ലഡും ലിംഫും, ലിംഫ് എന്താണ് ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിയേ, കളർലെസ് ആയിട്ടുള്ളൊരു ഫ്ലൂയിഡാണ്. അതിനകത്ത് എന്തുണ്ട്, WBC ഉണ്ട്. അപ്പം ലിംഫും എന്തിന് ആക്ട് ചെയ്യുന്നു, മേജർ റോൾ ചെയ്യാനാണ് വഹിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ട്. These body fluids follow different defense strategies like controlling the entry of the germs into the body, neutralizing the germs and toxic substance they produce, preventing their multiplications, etc. ഈ പറയുന്ന ബോഡി ഫ്ലൂയിഡ്സ് എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ജെംസിൻ്റെ എൻട്രീനെ പ്രിവെൻറ്റ് ചെയ്യാനും എന്താണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ തടയാനും ഒക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു, ഈ ബോഡി ഫ്ലൂയിഡ്സ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ബോഡി ഫ്ലൂയിഡ്സ് ആയ ബ്ലഡും ലിംഫും മേജർ റോൾ തന്നെ വഹിക്കുന്നുണ്ട് ഡിഫൻസ് മെക്കാനിസത്തിന്. ഇവരെന്ത് ചെയ്യുന്നു, പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ദ ജെംസ്. അതിനെ ഹെൽപ്പ് ചെയ്യും, നമ്മളെ ജെംസിൻ്റെ എൻട്രീനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. പിന്നെ എന്താണ്, ജെംസിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി ഹെൽപ്പ്, ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു വെച്ചാൽ, മൾട്ടിപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യുന്നു, ഈ ബോഡി ഫ്ലൂയിഡ്സ് ആയ ബ്ലഡും ലിംഫും ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അടുത്ത് നമുക്ക് കിടക്കാം ബ്ലഡ് ആൻഡ് ഡിഫൻസ് നോക്കാം. വൈറ്റ് ബ്ലഡ് സെൽസ് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ ഡിഫൻസ്. ഞാൻ ഒരു HIV പോർഷനിൽ ക്ലിയർ ആയിട്ട് ഇത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പേരുകൾ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ കേട്ടോ. അതിന് ഡിഫൻസ് ആക്ട് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. ആ HIV പോർഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് മേജർ ഡിഫൻസ് മെക്കാനിസം, നമ്മൾ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ അകത്ത് കുറച്ച് കമ്പോണൻസ് ഉണ്ട്. എന്തൊക്കെ കമ്പോണൻസ് ആണുള്ളത്, ന്യൂട്രോഫിൽ ഉണ്ട്, ഇസ്നോഫിൽ ഉണ്ട്, ബേസോഫിൽ ഉണ്ട്, മോണോസൈറ്റ് ഉണ്ട്, ലിംഫോസൈറ്റ് ഉണ്ട്. എന്താണ്, ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ, മോണോസൈറ്റ്, ബേസോഫിൽ, ലിംഫോസൈറ്റ്. ഓക്കെ, 5 കമ്പോണൻസ് ആണ് എന്തുള്ളത്, നമ്മൾ WBC വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ അകത്തുള്ളത്. നമുക്കതിനൊരു ഷോർട്ട് ഫോം ഇട്ടാലോ, മറന്നു പോകും നിങ്ങൾക്ക്. നിംബൽ. എന്താണ്, നിംബൽ, NEMBL. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷോർട്ട് ഫോം കിട്ടുമെങ്കിൽ നിങ്ങൾ മൊയ്ക്ക് ചെയ്തോളൂ. ഞാൻ കുറേ നോക്കിയിട്ട് ഇത് മാത്രമേ കുറച്ചെങ്കിലും യോജിച്ച് പറഞ്ഞുള്ളൂ. എന്താണ് നിംബൽ, എന്താണ് NEMBL. N സ്റ്റാൻഡ്സ് ഫോർ എന്താണ്, ന്യൂട്രോഫിൽ, E for ഇസ്നോഫിൽ, M for മോണോസെൽ, B for ബേസോഫിൽ, ബെൽ, L for ലിംഫോസൈറ്റ്. കഴിഞ്ഞു. അപ്പോൾ 5 കമ്പോണൻറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിന് 5 ഡിഫൻസ് മെക്കാനിസം നമുക്ക് നോക്കാം. എളുപ്പമാണ് കേട്ടോ, സൂപ്പറായിട്ട് നമുക്ക് പഠിക്കാം, ആരും ടെൻഷൻ അടിക്കേണ്ട. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പിക്ചേഴ്സ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ചിലപ്പോൾ എക്സാമിന് പിക്ചേഴ്സ് തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും പറയും, അതിൻ്റെ ഡിഫൻസ് ആക്ഷനും പറയും. ഈ പോർഷൻ ശ്രദ്ധിച്ചിരിക്കണേ. ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് ഇടുകയും ചെയ്യണം. ഓക്കെ, ഇടുമല്ലേ കമൻറ്റ് ബോക്സിൽ എല്ലാവരും? ഫസ്റ്റ് ചോദ്യമാണ് കേട്ടോ. ഇത്രയും ക്ലാസ്സിൽ ഞാൻ ചോദ്യം ഒന്നും ചോദിച്ചിട്ടില്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ന്യൂട്രോഫിൽ എന്ത് പേര് മറക്കല്ലേ, നിംബൽ, NEMBL സൈഡിൽ എഴുതി വെച്ചോ കേട്ടോ വലുതായിട്ട്. അപ്പോൾ നിംബൽ പഠിക്കാം, നിംബലിൽ ന്യൂട്രോഫിൽ പഠിക്കാം. ന്യൂട്രോഫിൽ എൻഗൾഫ് ദ ബാക്ടീരിയ, സിന്തസൈസ് ദ കെമിക്കൽസ് ദ ഡിസ്ട്രോയ് ദ ബാക്ടീരിയ. എന്താണ് ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ എൻഗൾഫ് ചെയ്ത് കളയും. എന്താണ് നമ്മൾ എൻഗൾഫ് എന്ന് പറയുന്നത്, വിഴുങ്ങിക്കളയും. എന്താണ്, അപ്പോൾ ന്യൂട്രോഫിൽ എന്ത് ചെയ്യും, ബാക്ടീരിയനെ വിഴുങ്ങിക്കളയും.
പിന്നെ എന്ത് ചെയ്യും, ഈ ന്യൂട്രോഫില്ല് ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഉപയോഗിച്ചിട്ടും ബാക്ടീരിയനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. സിന്തസൈസ് എന്ന് വെച്ചാൽ ഉണ്ടാക്കുക, ഉൽപ്പാദിക്കുക, അല്ലെങ്കിൽ സിന്തസൈസ് ദ കെമിക്കൽസ് ദാറ്റ് ഡിസ്ട്രോയ് ദ ബാക്ടീരിയ. അതൊരു കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ബാക്ടീരിയനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. ഓക്കെ, ഇതാണ് ന്യൂട്രോഫിൽ ചെയ്യുന്നത്. ഇനി ബേസോഫിൽ ചെയ്യുന്നതോ, സ്റ്റിമുലേറ്റ് അതർ വൈറ്റ് ബ്ലഡ് സെൽസ്. വേറെ WBCനെ ചെന്ന് സ്റ്റിമുലേറ്റ്. എന്താണ് സ്റ്റിമുലേറ്റ്? ഉത്തേജിപ്പിക്കുക. വേറെ വൈറ്റ് ബ്ലഡ് സെൽസിനെ ചെന്നിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും, ഉത്തേജിപ്പിക്കാൻ സഹായിക്കും. ആര്? ഈ പറഞ്ഞ ബേസോഫിൽ. ഓക്കെ, ദെൻ ഡൈലേറ്റ്സ് ദ ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിനെ ഡൈലേറ്റ് ചെയ്യാൻ വേണ്ടി ആര് ഹെൽപ്പ് ചെയ്യുന്നു? ബേസോഫില് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അടുത്തെന്താണ്? ഇസ്നോഫില്. ഇസ്നോഫിൽ എന്ന് പറയുന്നതും സിന്തസൈസ് ദ കെമിക്കൽസ് ദാറ്റ് ഡിസ്ട്രോയ് ദ ഫോറിൻ ബോഡീസ്. ഇതും കെമിക്കൽസ് സിന്തസൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഫോറിൻ ബോഡീസിലെ പെത്തോജൻസിനെ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു. സിന്തസൈസ് ദ കെമിക്കൽസ് റിക്വയർഡ് ഫോർ ദ ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്. നമ്മളെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽസിനെ ആര് ഉൽപ്പാദിക്കുന്നു? ഇസ്നോഫില്ല് ഉൽപ്പാദിക്കാൻ സഹായിക്കുന്നു. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽസിനെ ഉൽപ്പാദിപ്പിക്കാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നു? ഇസ്നോഫിൽ ഹെൽപ്പ് ചെയ്യുന്നു. ഇതിന് തൊട്ട് താഴെ നമ്മൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് അപ്പം പറഞ്ഞുതരാം കേട്ടോ. അടുത്ത് മോണോസൈറ്റ്. എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ് ദ ജെംസ്. നമ്മൾ ജെംസിനെ എൻഗൾഫ് ചെയ്ത് വിഴുങ്ങാനും അതിനെ നശിപ്പിച്ച് കളയാനും ആര് ഹെൽപ്പ് ചെയ്യുന്നു? മോണോസൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ലിംഫോസൈറ്റ് എന്താണ്? ഐഡൻറ്റിഫൈസ് ആൻഡ് ഡിസ്ട്രോയ് ദ ജെംസ് സ്പെസിഫിക്കലി. ലിംഫോസൈറ്റ് എന്താണ്? നോക്കും, ചില ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ജെംസിനെ മാത്രമേ ഇത് എന്ത് ചെയ്ത് കളയുള്ളൂ? ഡിസ്ട്രോയ് ചെയ്ത് കളയുകയുള്ളൂ. ഇനി നമുക്കൊരു കുറുപ്പൊഴിയിട്ട് പഠിക്കാം, എളുപ്പമൊഴി പഠിക്കാം. നമുക്ക് എല്ലാം കൂടെ മാറിപ്പോവും, പഠിക്കാം. ആരൊക്കെയാണ് എൻഗൾഫ് ചെയ്ത് കളയുന്ന നോക്കാം. വിഴുങ്ങിക്കളയുന്നവൻ ആരൊക്കെയാണെന്ന് നോക്കാം. ആരൊക്കെ വിഴുങ്ങുന്നു? ന്യൂട്രോഫില്ല് വിഴുങ്ങിക്കളയുന്നു, മോണോസൈറ്റും ജെംസിനെ വിഴുങ്ങുന്നു. അപ്പോൾ എന്നും എമ്മും നമ്മൾ ആദ്യം നിംഫൽ എന്ന് പഠിച്ചില്ലേ? NEMBL. N കഴിഞ്ഞിട്ട് E ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ M പറഞ്ഞത്. അപ്പം ആദ്യത്തെയും മൂന്നാമത്തെയും നമ്മൾ പഠിച്ച ഷോർട്ട് ഫോമിൽ, നിംബൽ എന്ന് പഠിച്ച ഷോർട്ട് ഫോമിൽ N നമ്മൾ പഠിച്ചു ന്യൂട്രോഫില്, രണ്ടാമത്തെ E നമ്മൾ ഇസ്നോഫിലാണ് പഠിച്ചത്, മൂന്നാമത് നമ്മൾ എന്ത് പഠിച്ചു? നിംബ്, M ആയ നമ്മൾ മോണോസൈറ്റാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ഷോർട്ട് ഫോമിൽ ഒന്നാമത്തെയും മൂന്നാമത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നു? ജെംസിനെ എൻഗൾഫ് ചെയ്ത് കളയുന്നു, വിഴുങ്ങി കളയുന്നു. ഓക്കെ, എന്നിട്ട് ജെംസിനെ ഡിസ്ട്രോയ് ചെയ്തും കളയുന്നു. ഓക്കെ, ഇസ്നോഫില്ല് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്തും ജെംസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു. അതിനോടൊപ്പം നമ്മൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽസിന് ആര് കൊടുക്കുന്നു? നമ്മൾ ഇസ്നോഫില്ല് കൊടുക്കുന്നു. ബേസോഫിൽ എന്താണ്? വേറെ വൈറ്റ് ബ്ലഡ് സെൽസിനെ ഉത്തേജിപ്പിക്കാൻ, സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിനെ ഡൈലേറ്റ് ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യുന്നു? ബേസോഫില്ല് ഹെൽപ്പ് ചെയ്യുന്നു. ലിംഫോസൈറ്റ് എന്താണ്? തിരഞ്ഞെടുക്കുന്നു, ഐഡൻറ്റിഫൈ ചെയ്യും. ലിംഫോസൈറ്റ് ഭയങ്കര ആളല്ല. ലിംഫോസൈറ്റ് നമ്മൾ എവിടെയും കേൾക്കുന്ന ആളാണ്. നിങ്ങളെപ്പോഴും ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലിംഫോസൈറ്റ് നമ്മൾ നേരത്തെ ചാപ്റ്ററിലൊക്കെ നമ്മൾ ലിംഫോസൈറ്റ് പഠിച്ചില്ലേ? എയ്ഡ്സിൻ്റെ കാര്യത്തിലൊക്കെ HIV നമ്മൾ ലിംഫോസൈറ്റ് പഠിച്ചു. അപ്പോൾ ഭയങ്കര ഒരു സ്പെഷ്യൽ റോൾ എടുത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മാത്രമേ, സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഡിസ്ട്രോയ് ചെയ്ത് കളയുള്ളൂ. അപ്പോൾ ലിംഫോസൈറ്റ് നിങ്ങൾ കണക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കത് മറക്കത്തില്ല. അപ്പോൾ എന്താ ലിംഫോസൈറ്റ് നമ്മൾ നേരത്തെ പഠിച്ച ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാണ്. അയാൾ എന്ത് ചെയ്യും? എല്ലാവരും അങ്ങനെ കൊല്ലാനൊന്നും നിൽക്കത്തില്ല. പ്രത്യേകിച്ച് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഐഡൻറ്റിഫൈസ് ആൻഡ് ഡിസ്ട്രോയ് ദ ജെംസ് സ്പെസിഫിക്കലി. അങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും പോകത്തില്ല. ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ജെംസിനെ കില്ല് ചെയ്ത് കളയുന്നത്. അപ്പോൾ നിങ്ങൾക്കിനി പഠിക്കേണ്ടതായിട്ട് ഇസ്നോഫില്ലും ബേസോഫില്ലും മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത് രണ്ടും പഠിച്ചു. ന്യൂട്രോഫില്ലും മോണോസൈറ്റും നമ്മൾ പഠിച്ചു. എന്താണ്? എൻഗൾഫ് ദ ജെംസ് ആൻഡ് ഡിസ്ട്രോയ് ദ ബാക്ടീരിയ പഠിച്ചു. ബേസോഫിൽ ഇസ്നോഫിൽ മാത്രമേ ഉള്ളൂ. ബേസോഫിൽ എന്താണ്? വേറെ WBCനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ബ്ലഡ് വെസൽസിനെ ഡൈലേറ്റ് ചെയ്യുന്നു. ഇസ്നോഫിൽ എന്ത് ചെയ്യുന്നു? കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഡിസ്ട്രോയ് ചെയ്തും കളയുന്നു. നമ്മൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽസിനെ ആര് സിന്തസൈസ് ചെയ്ത് കൊടുക്കുന്നു? ഇസ്നോഫിൽ സിന്തസൈസ് ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ക്വസ്റ്റ്യൻ, നമ്മൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽസിനെ സിന്തസൈസ് ചെയ്യുന്നത് WBCയിലെ ഏത് കമ്പോണൻ്റ് ആണ്? കമൻറ്റ് ചെയ്തോ. ഇപ്പം തന്നെ ചെയ്തോ. ആരും നോക്കില്ല, ടെക്സ്റ്റ് നോക്കില്ല, ചെയ്തോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ,
നമ്മൾ പഠിച്ച ഷോർട്ട് ഫോം പഠിച്ചില്ലേ നിംബൽ, അതിൽ WBCയുടെ ഏത് കമ്പോണൻ്റാണ് ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്ത് കളയുന്നത്? ചെയ്താ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയണോ? നമ്മളിപ്പം പഠിച്ച WBCയുടെ കമ്പോണൻസിൽ ഏത് ആൾക്കാരാണ് ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്ത് കളയുന്നത്, വിഴുങ്ങി കളയുന്നത്? കമൻറ്റ് ചെയ്തോ? ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റിലോട്ട് കിടക്കാം. ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളാണ് നമ്മളെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്, ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് ഒക്കേഴ്സ് വെൻ അവർ ടിഷ്യൂ ഗെറ്റ് ഡാമേജ്ഡ്. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മളെ ടിഷ്യൂസ് ഡാമേജ് ആയി. എങ്ങനെ നമ്മളെ ടിഷ്യൂ ഡാമേജ് ആവും? ട്രോമ, വല്ലയിടത്തുനിന്ന് വീഴുമ്പോഴോ, എന്തെങ്കിലും ആക്സിഡൻറ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ, ട്രോമ കാരണമോ ഹീറ്റ് കാരണമോ ബാക്ടീരിയ കാരണമോ എന്ത് വഴിയെങ്കിലും നമ്മൾ ടിഷ്യൂസ് ഡാമേജ് ആയി പോയാൽ ആരപ്പം വരും? കുറച്ച് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ആര് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും? ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഏത് കെമിക്കൽസാണ്? നിങ്ങൾ ടെക്സ്റ്റിൽ കെമിക്കൽസിൻ്റെ പേര് പറയുന്നില്ല, ഇതൊക്കെ വേണമെങ്കിൽ ടെക്സ്റ്റിൽ നോട്ട് ചെയ്തെടുക്കുക. പ്രോസ്റ്റാഗ്ലാൻഡിൻ, PG എന്ന് നമ്മൾ പറയും. എന്താണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ? PROSTAGLANDINS. പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. ഓക്കെ, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്നും പറയും. പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആൻഡ് ഹിസ്റ്റമിൻ. സ്പെല്ലിംഗ് അറിയാലോ, HISTAMINE, ഹിസ്റ്റമിൻസ്. പിന്നെ ബ്രാഡിക്കൈനൻസും ഉണ്ട്. അങ്ങനെ 3 തരം കെമിക്കൽസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും, ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ കെമിക്കൽസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളെ കാപ്പിലറീസിനെ ഡൈലേറ്റ് ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോ കൂട്ടും. ശ്രദ്ധിച്ച് കേൾക്കണേ, എൻ്റെ ടിഷ്യൂസ് ഡാമേജ് ആയി പോയി. ആര് വഴി? എങ്ങനെ ഡാമേജ് ആയി? ട്രോമ കാരണമോ ബാക്ടീരിയ കാരണമോ എങ്ങനെയോ എൻ്റെ ടിഷ്യൂ ഡാമേജ് ആയിപ്പോയി. അപ്പോൾ ഡാമേജ്ഡ് ആയ സെൽസ് ആര് പ്രൊഡ്യൂസ് ചെയ്യും? കുറച്ച് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ആരൊക്കെ ആ കെമിക്കൽസ്? പ്രോസ്റ്റാഗ്ലാൻഡിൻ, ഹിസ്റ്റമിൻ, ബ്രാഡിക്കൈനൻസ് എന്ന് പറഞ്ഞ് കുറച്ച് കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്തവന്മാരുടെ ഉണ്ടായിരിക്കുമോ? ഈ കെമിക്കൽസ് എന്തിനു ചെന്ന് ഡൈലേറ്റ് ചെയ്യും? നമ്മളെ ബ്ലഡ് കാപ്പിലറീസിനെ ഡൈലേറ്റ് ചെയ്യും. എന്നിട്ട് ബ്ലഡിൻ്റെ ഫ്ലോ കൂട്ടും. ബ്ലഡിൻ്റെ ഫ്ലോ എന്ത് ചെയ്യും? കൂട്ടും. ഇതുവരെ ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോൾ എന്ത് സംഭവിക്കും? ബ്ലഡ് പ്ലാസ്മയും WBC ഒക്കെ ആ ഊണ്ടിൻ്റെ അടുത്തോട്ട് പോകും. ഈ ബ്ലഡ് ഫ്ലോ കൂടുമല്ലോ. ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ നമ്മളെ ബ്ലഡിൻ്റെ അകത്തുള്ള പ്ലാസ്മയും WBC ഒക്കെ റീച്ചസ് ദ ഊണ്ട് സൈറ്റ്. ഇപ്പം എനിക്ക് എവിടെയാണ് മുറിവുണ്ടായെങ്കിൽ എൻ്റെ അടുത്ത് പ്ലാസ്മയും WBC ഒക്കെ വരും. വരുമ്പോഴാണ് ഈ കാരണം ഇതിങ്ങനെ വരുന്നത് കൊണ്ടാണ് എൻ്റെ ശരീരത്തിൽ സ്വെല്ലിങ് സംഭവിക്കുന്നത്, നീര് സംഭവിക്കുന്നത്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്. മനസ്സിലായി? ഇതാണ് നമ്മൾ പറയുന്നത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്. മനസ്സിലായോ? വെരി സിമ്പിൾ. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് വെൻ മൈ ടിഷ്യൂ ഗെറ്റ്സ് ഡാമേജ്. എൻ്റെ ടിഷ്യൂ ഡാമേജ് ആയിപ്പോയാൽ ഡ്യൂ ടു എന്ത് കാരണം? ട്രോമ കാരണമോ ഹീറ്റ് കാരണമോ എന്തെങ്കിലും ബാക്ടീരിയ കാരണം എന്തോ കാരണം എൻ്റെ ടിഷ്യൂ ഡാമേജ് ആയിപ്പോയാൽ എൻ്റെ ടിഷ്യൂ നിന്ന് ആര് ഡാമേജ്ഡ് സെൽസ് നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കുറച്ച് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഏതൊക്കെ കെമിക്കൽസാണ്? ഹിസ്റ്റമിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ, ബ്രാഡിക്കൈനൻസ് എന്ന് പറഞ്ഞ് കുറച്ച് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കെമിക്കൽസ് ചുമ്മാ ഇരിക്കുമോ? ഇല്ല. ഈ കെമിക്കൽസ് എന്ത് ചെയ്യും? നമ്മളെ ബ്ലഡ് കാപ്പിലറീസിനെ ഡൈലേറ്റ് ചെയ്തിട്ട് ബ്ലഡിൻ്റെ ഫ്ലോ അങ്ങ് കൂട്ടിക്കൊടുക്കും. ബ്ലഡിൻ്റെ ഫ്ലോ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ എനിക്ക് മുറിവ് സംഭവിച്ച ഈ ഭാഗത്ത് WBCയും പ്ലാസ്മയും എത്തും. ഈ എത്തുന്ന റീസൺ കൊണ്ടിട്ടാണ് ഇതിങ്ങനെ എത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? എനിക്ക് സ്വെല്ലിങ് സംഭവിക്കുന്നത്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത് അവിടെ ഇരുന്നും കൊണ്ട് ഒരു ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്ലൂയിഡും കാരണം കൊണ്ടിട്ടാണ് സ്വെല്ലിങ് ഉണ്ടാവുന്നത്. പക്ഷെ നിങ്ങൾ ടെക്സ്റ്റിൽ ആ ഫ്ലൂയിഡ് ഉണ്ടാവുന്ന കാര്യം പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ കൺഫ്യൂഷൻ ആക്കാതെ പറയുന്നില്ല, നിങ്ങളത് മറന്നു കളയുക. ഇനി നമ്മൾ ഈ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൽ നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ എന്തായാലും അത് അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിൽ 3 സ്റ്റേജസ് പറയുന്നുണ്ട്. അക്യൂട്ട് സ്റ്റേജ്, സബ് അക്യൂട്ട് സ്റ്റേജ്, എന്താണ് ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്റ്റേജ്. എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതി വയ്ക്കുക. എന്തൊക്കെ സ്റ്റേജാണ്? അക്യൂട്ട് സ്റ്റേജ്, സബ് അക്യൂട്ട് സ്റ്റേജ്, ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്റ്റേജ്. എന്താണ് അക്യൂട്ട് സ്റ്റേജ്? അക്യൂട്ട് സ്റ്റേജിൽ സ്വെല്ലിംഗ് ഒക്കെ കാണും, റെഡ്നെസ് കാണും. എനിക്കിവിടെ സ്വെല്ലിംഗ് ആയി, റെഡ്നെസ് ആയി, ഭയങ്കര വേദന.
അതൊക്കെ കാണുന്ന ഏത് സ്റ്റേജിലാണ്? അക്യൂട്ട് സ്റ്റേജിലാണ്. മനസ്സിലായോ? സ്വെല്ലിംഗ് കാണും, റെഡ്നെസ് കാണും, പെയിൻ കാണും. ഓക്കെ, ഇനി സബ് അക്യൂട്ട് സ്റ്റേജ്. സബ് അക്യൂട്ട് സ്റ്റേജിൽ എന്താണ്? റിപ്പയറിങ് ആൻഡ് ഹീലിംഗ് നടക്കും. ആ സ്റ്റേജാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ് അക്യൂട്ട് സ്റ്റേജ്. കുറേ ഉണ്ട്, നിങ്ങൾ അതൊന്നും പഠിക്കണ്ട, കുറച്ച് പഠിച്ചാൽ മതി. നിങ്ങൾ ടെക്സ്റ്റ് അത് പറയാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കുറച്ച് പറഞ്ഞിരുന്നത്. റിപ്പയറിങ് ആൻഡ് ഹീലിംഗ് പ്രോസസ്സ് നടക്കും. അതിൻ്റെ അകത്ത് എൻ്റെ നീരൊക്കെ കുറച്ച് സ്റ്റാർട്ടഡ് ടു സബ്സൈഡ്. എൻ്റെ നീര് കുറച്ചൊന്നും കുറയാൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഒരു പരിധിക്ക്, ഒരു പൊടിക്കൊന്നും നീരൊന്നും കുറയാം. പക്ഷെ പെയിനൊന്നും വളരെ കുറയത്തില്ല, പെയിനൊക്കെ ഉണ്ട്. റെഡ്നെസ് ഒക്കെ കുറച്ചങ്ങ് മാറിക്കിട്ടും. ഇനി അടുത്താണ് ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്റ്റേജ്. എന്താണ് ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്റ്റേജ് എന്ന് വെച്ചാൽ? റീമോഡലിംഗ് ഓഫ് ദ ടിഷ്യൂ. അവിടെ പുതിയ ടിഷ്യൂ, ഡാമേജ് ആയ ടിഷ്യൂസിന് പകരം പുതിയ ടിഷ്യൂസൊക്കെ വന്നു തുടങ്ങും. നീരൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോവും, പെയിൻ കംപ്ലീറ്റ് ആയിട്ട് പോവും, റെഡ്നെസ് കംപ്ലീറ്റ് ആയിട്ട് പോവും. ഇതാണ് എന്താണ് ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി? 3 നമ്മൾ പഠിഞ്ഞു. എന്താണ്? അക്യൂട്ട്, സബ് അക്യൂട്ട്, എന്താണ് പറഞ്ഞത്? ഇൻഫ്ലമേറ്ററി. അക്യൂട്ട് നമ്മൾ പറഞ്ഞു റെഡ്നെസ് ആയിരിക്കും, പെയിൻ ആയിരിക്കും. പിന്നെ എന്ത് പറഞ്ഞു? റെഡ്നെസ് ആയിരിക്കും, പെയിൻ ആയിരിക്കും, സ്വെല്ലിംഗ് ആയിരിക്കും. സബ് അക്യൂട്ട് സ്റ്റേജ് ഹീലിംഗ് ആൻഡ് റിപ്പയറിംഗ് സ്റ്റേജാണ്. സ്വെല്ലിംഗ് ഒക്കെ സ്റ്റാർട്ടഡ് ടു സബ്സൈഡ്, കുറഞ്ഞു തുടങ്ങുന്നതേ ഉണ്ടായിരിക്കുന്നുള്ളൂ. അടുത്ത ഏത് സ്റ്റേജ് നമ്മൾ പഠിച്ചു? അടുത്ത് നമ്മൾ പറഞ്ഞതാണ് ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്റ്റേജ്. ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്റ്റേജ് എന്ന് വെച്ചാൽ റീമോഡലിംഗ് ഓഫ് ദ ടിഷ്യൂ. ഡാമേജ് ആയ ടിഷ്യൂസും ഒക്കെ റീമോഡൽ ചെയ്ത് വരാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ പെയിനും റെഡ്നെസ്സും സ്വെല്ലിങ്ങും കംപ്ലീറ്റ്ലി കുറയുന്ന കണ്ടീഷനാണ് നമ്മൾ ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേജസും പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോ. നമുക്ക് ടെക്സ്റ്റിലുള്ള നോക്കാം. Have you noticed that when the wound occurs? നിങ്ങൾ എപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് മുറിവുണ്ടാകുന്നതെന്ന് ചോദിക്കുവാണ്. The part swells up. This is called inflammatory response. നമുക്ക് ആ നീര് വരുന്ന ആ ഒരു പാർട്ട് നമുക്ക് നീര് ആവും. അത് അങ്ങനത്തെ കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടെക്സ്റ്റ് നിങ്ങൾക്കൊരു ഇത് പറയുന്നത് നമുക്കത് നോക്കാം. സ്കിന്നിൽ എന്തോ ഒന്ന് കൊണ്ടു ഊണ്ടായി. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ജംസ് കയറുവാണ്. ജംസ് എൻറ്റർ ത്രൂ ദ ഊണ്ട് വഴി ജംസ് അകത്തോട്ട് കയറി. അപ്പോൾ ആര് വന്നു? കെമിക്കൽസ് വന്നു. ആരൊക്കെയാണ് കെമിക്കൽസ്? പ്രോസ്റ്റാഗ്ലാൻഡിനും ഹിസ്റ്റമിനും ബ്രാഡികൈനിൻ എന്ന് പറഞ്ഞ കുറച്ച് കെമിക്കൽസ് എത്തി. ഈ കെമിക്കൽസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്തു? ബ്ലഡ് കാപ്പിലറീസിന് ഡൈലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ബ്ലഡ് ഫ്ലോ കൂട്ടും. ബ്ലഡ് ഫ്ലോ കൂട്ടും. അവിടെ ആരെത്തുമായിരിക്കും? ഫോർത്തായ വൈറ്റ് ബ്ലഡ് സെൽസും പ്ലാസ്മയും അവിടെ എത്തും. എവിടെ എത്തും? ആ വാൾസ് കാപ്പിലറീസിൻ്റെ അവിടെ എത്തും. എന്നിട്ട് എന്ത് ചെയ്യും? ന്യൂട്രോഫിലും മോണോസൈറ്റ് എന്ത് ചെയ്യും? ഈ നിൽക്കുന്ന ബാക്ടീരിയാസിന്, ഇവിടെയുള്ള ബാക്ടീരിയാസിന് എൻഗൾഫ് ചെയ്ത് കളയും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ നിംഫ് എന്ന ഇതിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ? ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ, മോണോസൈറ്റ്. മൂന്നാമത്തെ നമ്മൾ പഠിച്ചത്. ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ് എന്ത് ചെയ്യുന്നത്? ബാക്ടീരിയാസിന് എൻഗൾഫ് ചെയ്ത് കളയുന്നത്. നിന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അയക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ് എന്ത് ചെയ്യുന്നത്? ബാക്ടീരിയനെ എൻഗൾഫ് ചെയ്ത് കളയുന്നത്. ക്ലിയർ ആയോ? അത് കാണുമ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നും. പഠിച്ചില്ലേ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കഴിഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് നമ്മുടെ ശരീരത്തിൽ ഒരു ഊണ്ട് വന്നു, ജംസ് അകത്തോട്ട് കയറി, നമുക്ക് കുറച്ച് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്ത്. ഏതാണ് ആ കെമിക്കൽസ്? പ്രോസ്റ്റാഗ്ലാൻഡിൻ, ബ്രാഡികൈനിൻ, ഹിസ്റ്റമിൻ എന്ന് പറയുന്ന കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്തു. കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്ത് വെറുതെ ഇരിക്കുമോ അവർ? ഇല്ല. എന്ത് ചെയ്യുന്നു? ബ്ലഡ് കാപ്പിലറീസിനെ ഡൈലേറ്റ് ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോയിനെ കൂട്ടുന്നു. ബ്ലഡ് ഫ്ലോയിൽ കൂട്ടി അവിടെ ആരെത്തുന്നു? ആ സൈറ്റിൽ ഊണ്ട് സ്ഥലത്ത് ആരെത്തും? പറഞ്ഞോ. ഊണ്ട് സ്ഥലത്ത് ആരെത്തും? പറഞ്ഞോ. പ്ലാസ്മയും WBCയും അവിടെ എത്തും. എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? അവിടെ മോണോസൈറ്റും ന്യൂട്രോഫിലും എന്ത് ചെയ്യുന്നു? ജംസിനെ എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു. ഇതാണ് ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഈ സെയിം ഞാൻ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ദ സെൽസ് ദാറ്റ് ഗെറ്റ് ഡാമേജ്ഡ് ബൈ ദ വൂണ്ട് ഓർ ബൈ ദ ഇൻഫെക്ഷൻസ് പ്രൊഡ്യൂസ് സർട്ടൺ കെമിക്കൽ സബ്സ്റ്റൻസ്. നമ്മുടെ സെൽസ് ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്തൊക്കെയാണ്? പ്രോസ്റ്റാഗ്ലാൻഡിൻ, ഹിസ്റ്റമിൻ, ബ്രാഡികൈനിൻ. അത് അങ്ങനത്തെ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദീ സബ്സ്റ്റൻസ് ഡൈലേറ്റ് ദ കാപ്പിലറീസ് ദെയർബൈ ഇൻക്രീസിങ് ദ ബ്ലഡ് ഫ്ലോ. നമ്മൾ ഈ പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ബ്ലഡ് കാപ്പിലറീസിനെ ഡൈലേറ്റ് ചെയ്ത് ബ്ലഡ് ഫ്ലോ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബ്ലഡ് പ്ലാസ്മയും വൈറ്റ് ബ്ലഡ് സെൽസും ആ ഊണ്ട് സൈറ്റിൻ്റെ അടുത്തോട്ട് പോകും. പോയിട്ട് നോക്കുമ്പോൾ എല്ലാവരും ഉണ്ടോ? ഊണ്ടൊക്കെ ആയിട്ടുണ്ട്, സന്തോഷമായി, ഊണ്ടൊക്കെ ആയെന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് നോക്കിയതിനു ശേഷം എന്ത് സംഭവിക്കുന്നു? ഈ റീസൺ കാരണമാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? സ്വെല്ലിംഗ് സംഭവിക്കുന്നത്. ദിസ് ഡിഫൻസ് മെക്കാനിസം ഈസ് കോൾഡ് ആസ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്
നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് വരെ മാത്രമേ നോക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫാഗോസൈറ്റ്സ് മുതൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഡിഫൻസ് പഠിച്ചു, ബോഡി കവറിങ്സ് പഠിച്ചു, സെക്രീഷൻസ് പഠിച്ചു, ബോഡി ഫ്ലൂയിഡ്സും ലിംഫിനെയും കുറിച്ച് നമ്മൾ പഠിച്ചു, WBCയുടെ കമ്പോണൻസ് പഠിച്ചു, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ ഫാഗോസൈറ്റോസിസും നമ്മൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് എന്തായാലും അറിയിക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഓരോ കമൻറ്റും കാണുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. ഈ ക്ലാസ് എടുക്കാൻ ഒരുപാട് തോന്നും നിങ്ങളെ കമൻറ്റുകൾ കേൾക്കുമ്പോൾ. സോ എല്ലാവരും നിങ്ങൾ കമൻറ്റ് അയയ്ക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ. നിങ്ങളെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.